ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഗായ്സ്, ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞങ്ങള് വന്നിട്ടുണ്ട്. നിങ്ങൾ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും ഞങ്ങൾ ഇതില് എഴുതി, കോമൺ ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനും ഞങ്ങൾ 4-5 പേപ്പറിലായിട്ട് എഴുതി എടുത്ത് നിങ്ങളടുത്ത് ഞങ്ങളെ പറ്റി പറയാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് ലേറ്റ് ആയി പോയി, നിങ്ങൾ കുറച്ച് തോന്നല്. സ്കിൻ കെയർ പോലെ തന്നെ ഞാനിപ്പോൾ നന്നായി ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഫുഡ് കെയർ. അതിൽ എനിക്കിപ്പോൾ നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. ഹലോ ഗായ്സ്, ഇപ്പൊ നിങ്ങൾക്ക് ചെരുപ്പുകളൊക്കെ മാറ്റി ഷൂസിലോട്ട് മാറേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി എന്നെ പോലെ ചെരുപ്പിട്ട് വെളിയിലൊക്കെ ഇറങ്ങുമ്പോൾ വൃത്തിയില്ലാത്ത പോലെയൊക്കെ തോന്നാറുണ്ടോ? എങ്കിലേ എനിക്ക് ഉപയോഗിച്ച ഒരു 100% റിസൾട്ട് കിട്ടിയ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഫുട്ടിക്സിന്റെ ഫുഡ് ക്രീം. സീരിയസ്ലി ഗായ്സ്, ഇത് എല്ലാവരും കാലിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സൂപ്പർ മോയ്സ്ചറൈസർ ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, കുറച്ച് പ്രായമാകുമ്പോൾ നമ്മുടെ അമ്മരെയും അമ്മൂമ്മരെയും കാലുകളൊക്കെ വിണ്ട് കയറിയിരിക്കുന്നത്? അതിനൊക്കെയുള്ള ഒരു ബെസ്റ്റ് എവർ സൊല്യൂഷനാണ് ഈ ക്രീം. അപ്പോൾ ഇതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഡെയിലി രാത്രി കിടക്കുന്നതിന് മുന്നേ കാലൊക്കെ വാഷ് ചെയ്ത് ക്ലീൻ ആക്കി അപ്ലൈ ചെയ്യുക. സീരിയസ്ലി ഗൈസ്, ഫൂട്ടെക്സിൻ്റെ ഈ ക്രീം ഉപയോഗിച്ചിട്ട് എൻ്റെ കാലിന് നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അവരുടെ ഈ പ്രോഡക്റ്റ് വേണ്ടവർ അവരുടെ വാട്സ്ആപ്പ് നമ്പറിലും അവരുടെ വെബ്സൈറ്റിലും മെസ്സേജ് ചെയ്യാം. ട്രൈ ദം ഔട്ട് ആൻഡ് ലെറ്റ് മീ നോ ഹൗ ദേ വർക്ക് ഫോർ യു. ബൈ. ഫാത്തിമ ലിയ ചോദിച്ചിട്ടുണ്ട് 4 പേരുടെയും ഫാമിലി നെയിംസ്. എനിക്ക് 2 ബ്രദേഴ്സ് ഉണ്ട്, അച്ഛൻ, അമ്മ, ഞാൻ, അച്ഛൻ, അമ്മ, ചേച്ചി. ഇങ്ങനെ വീട്ടില് ഗംഗ, അമ്മ, ചേട്ടൻ, അവളെ അമ്മൂമ്മ. പിന്നെ നിങ്ങൾ കുടുംബക്കാരാണോ? അതെ, ഞങ്ങള് കസിൻസ് ആണ്. മുത്തന്റെ മാമന്റെ മോളാണ്. പിന്നെ ഞങ്ങള് സിബ്ലിങ്സ് ആണ്. ശിവകാമി ചോദിച്ചിട്ടുണ്ട്, ചേച്ചി പാലക്കാട് വരുമോന്ന്? വരാലോ. പാലക്കാട് വിളിച്ചാൽ ഞങ്ങള് പാലക്കാട് ഉറപ്പായിട്ടും വരും. 13 ജില്ലയിലും മോസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസിൽ ഒക്കെ വന്ന് വിസിറ്റ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. എല്ലാരും ക്ഷണിക്കുക, വരാം. അഭിരാജ്, ഹോം ടൂർ വീഡിയോ ചെയ്യാമോ? ഉറപ്പായിട്ടും ചെയ്യാം കേട്ടാ. കുറച്ചും കൂടെ ഒരു ഇച്ചിരി ടൈം എടുക്കും, പക്ഷെ ചെയ്യും ഉറപ്പായിട്ടും. അത് അൻവിയ ചോദിച്ചിട്ടുണ്ട്, ചേച്ചിയുടെ ഒറിജിനൽ നെയിംസ്. എന്റെ പേര് ഗോപിക. മുത്തെന്ന് വീട്ടിൽ വിളിക്കും. എന്റെ പേര് അമൃത, മാളു എന്ന് വിളിക്കും. എന്റെ പേര് അതുല്യ. എന്നെ വീട്ടിൽ വിളിക്കാൻ വേറെ തൊട്ടില്ല, അതുകൊണ്ട് എന്നെ അതുല്യ എന്നാണ് എല്ലാരും വിളിക്കുന്നത്. പിന്നെ പ്ലേസ് കറക്റ്റ് എവിടെയാ? ഞങ്ങള് ട്രിവാൻഡ്രത്ത്, തിരുവല്ലം. പക്ഷെ ഞങ്ങള് 3 പേരും ബോൺ പ്ലേസ് വേളിയാണ്. ഞങ്ങള് അച്ഛന്റെ സ്ഥലം അവിടെയാണ്. ഞങ്ങൾ ഇവിടെ ഇപ്പൊ വീട് വെച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഞങ്ങൾ 3 പേരും വന്നിട്ട്. ഫോൺ നമ്പർ നിങ്ങൾക്ക് ഞങ്ങൾ സംസാരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഹൗസ് ഓഫ് ഹണിയിലോട്ട് ഒഫീഷ്യൽ പേജ്, ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. ഉറപ്പായിട്ട് അതിൽ മെസ്സേജ് ഇട്ട് നമ്മൾ മാക്സിമം എല്ലാവർക്കും റിപ്ലൈ, ഇപ്പോഴും മെസ്സേജ് ഇടുന്ന എല്ലാവർക്കും റിപ്ലൈ തരാറുണ്ട്. ഉറപ്പായിട്ട് നമ്മൾ റിപ്ലൈ തരും, അതുകൊണ്ട് മെസ്സേജ് ഇടൂ. അമ്മയുടെ പേര്? മുത്തിന്റെ അമ്മയുടെ പേര് ശ്രീദേവി. ഞങ്ങളുടെ അമ്മയുടെ പേര് ലേഖ. ഗംഗയുടെ അമ്മയുടെ പേര് ദീപ. അടുത്തത് സൂര്യ ചോദിച്ചിട്ടുണ്ട്, യൂട്യൂബ് റവന്യൂ എത്രയാണ്? ഒരുപാട് പേര് നമ്മളത് യൂട്യൂബ് റവന്യൂ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ റവന്യൂന്റെ കേസ് പറയുകയാണെങ്കിൽ ഇപ്പം എല്ലാ യൂട്യൂബേഴ്സിനും കിട്ടും പോലെ ആയിരിക്കുമല്ലോ ഞങ്ങൾക്ക് കിട്ടും പോലെ ആയിരിക്കുമല്ലോ അപ്പുറത്തുള്ള ഒരാൾക്ക്. ഇപ്പൊ ഞങ്ങൾ കറന്റ് നമ്മൾ ലോങ് വീഡിയോ ഒക്കെ കുറവാണ് ഇടണത്. ഈ മാസം ഞങ്ങൾക്ക് ഇപ്പൊ ഓരോ സമയം ഓരോ റേറ്റ് ആണ്. റേറ്റ് ഇപ്പൊ നമുക്ക് 20 കിട്ടിയാൽ അടുത്ത മാസം 30 കിട്ടണമെന്നില്ല. അന്ന് വെച്ചാൽ 20 കിട്ടിയിട്ട് 10 കിട്ടണമെന്നില്ല. അങ്ങനെയാണ് നമ്മൾ കുറയാൻ സാധ്യതയുണ്ട്, കൂടാനും സാധ്യതയുണ്ട്. അപ്പൊ അതിൽ കറക്റ്റ് ആയിട്ടൊരു റവന്യൂ അല്ല നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടണം. നമ്മൾ ഇടുന്ന വീഡിയോസിന്റെ ലെന്ത് പോലെയും വ്യൂസ് പോലെ ആയിരിക്കും നമുക്ക് റവന്യൂ കിട്ടുന്നത്. അടുത്ത് അരുൺ നീതു ചോദിച്ചിട്ടുണ്ട്, TVM സ്ലാങ്ങിൽ ഇത്രയും വാക്കുകൾ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുന്നു? സൂപ്പർ. നമ്മൾ സംസാരിക്കണം അങ്ങനെയാണ്. അങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് എടുത്തു വെച്ച് നമ്മളെ ട്രിവാൻഡ്രം സ്ലാങ്ങിൽ അങ്ങനെയൊന്നും അല്ല സംസാരിക്കണം. നമ്മുടെ വീട്ടിൽ എങ്ങനെ സംസാരിക്കുക അതുപോലെ തന്നെ സംസാരിക്കണം. പിന്നെ ഓരോരോ ക്യാരക്ടറിന്റെ ആ ഒരു ഇതിലാണ് നമ്മൾ അങ്ങനെ ആ ഒരു ഇതിൽ അങ്ങ് സംസാരിച്ചു പോണത്. ക്യാരക്ടർ വരുമ്പോ കുറച്ചും കൂടി ഒറിജിനാലിറ്റി തോന്നിക്കും. ഇപ്പൊ ഇങ്ങനെ വന്ന് ഒരുങ്ങിയിരിക്കുമ്പോ ഇച്ചിരി ആറ്റിറ്റ്യൂഡ് ഒക്കെ തോന്നുമെങ്കിലും അതും നമ്മളാണ്. ഷിബിന ചോദിച്ചിട്ടുണ്ട്, വെഡിങ് പ്ലാൻ ഉണ്ടോ? വെഡിങ് പ്ലാൻ ഇപ്പൊ ഞങ്ങളെ കൂട്ടത്തില് എനിക്ക് മാത്രം. ഫേവറേറ്റ് യൂട്യൂബർ? നമ്മൾ തന്നെയാണ്. നമ്മൾ തന്നെയാണ് ഇഷ്ടം. നമ്മളെ ഭയങ്കര ഇഷ്ടമാണ്. ഏജ് എനിക്ക് 25 ആയി. എനിക്ക് 24. എനിക്ക് 22. ലൈഫിൽ ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് അടിച്ച കാര്യം? ഞാൻ എന്റെ ലൈഫിൽ കൂടുതൽ റിഗ്രറ്റ് അടിച്ച കാര്യം എന്ന് പറഞ്ഞാൽ, കണ്ണടച്ച് ആരെയും വിശ്വസിക്കാൻ പാടില്ല. ഞാൻ ഇപ്പൊ എന്റെ ക്യാരക്ടർ ഫ്രണ്ട്ലി ക്യാരക്ടറാണ്. പെട്ടെന്ന് ഞാൻ ഒരാളെ കണ്ട എന്റെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും. ഒരു സമയം വരെ. ഇപ്പൊ ഞാൻ അങ്ങനെ അല്ല. അതിലാണ് ഞാൻ കൂടുതൽ റിഗ്രറ്റ് അടിച്ചത്. നമ്മളെ പേഴ്സണൽ സ്പേസ് നമ്മളിൽ നടത്തണം. അത് വേറെ ഒരാളടുത്ത് പറയാൻ പാടില്ല. ആ ഒരു കാര്യത്തെ മാത്രമാണ് ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് അടിച്ചത്. എൻ്റെ ലൈഫിൽ ഞാൻ പാസ്റ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് എൻ്റെ ലൈഫിൽ ഇപ്പോഴും റിഗ്രറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇനി അങ്ങോട്ട് പാസ്റ്റ് ഈസ് പാസ്റ്റ്.
അടുത്ത നീ സെയിം അതില് പറഞ്ഞ കാര്യം തന്നെ. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, അത് തന്നെയാണ്. ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. ചെറിയൊരു കൈ കണ്ട് അത് അമ്മേരെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങൾ എല്ലാരും ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഞങ്ങൾ ആരും ഒന്നും ചെയ്യുന്നില്ല, പഠിക്കുന്നില്ല, യൂട്യൂബ് തന്നെയാണ്. ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞങ്ങൾ ഇപ്പൊ ഈ 8 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു വർഷത്തെ ഞങ്ങളെ ഹാർഡ് വർക്കാണ്. ഞങ്ങൾ പഠിക്കുന്നില്ല, ഇപ്പൊ ജോലിക്കും പോകുന്നില്ല, യൂട്യൂബ് തന്നെയാണ് ഞങ്ങളെ ജോലി. പഠിക്കാതെ ഇരിക്കണില്ല യൂട്യൂബിൽ തന്നെ, അങ്ങനെ തന്നെ അങ്ങനെയല്ല. മേ ബി മാറാം. കാരണം എല്ലാത്തിനും അതിന്റേതായ സാമ്പത്തികം വേണമല്ലോ. ഇപ്പൊ സമയമുണ്ട്, അപ്പൊ ഞങ്ങളെ സമയം മുഴുവൻ ഞങ്ങൾ യൂട്യൂബിൽ ചെലവഴിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഫ്യൂച്ചർ പ്ലാൻ ഒക്കെ നമ്മളിപ്പോ പഠിക്കേണ്ടി പറഞ്ഞ ഒരു കോഴ്സ് ഇപ്പൊ നമ്മുടെ കയ്യിൽ അത്രയും ബഡ്ജറ്റ് വേണമെന്നുണ്ടല്ലോ. ചിലപ്പോ അതുകൊണ്ടായിരിക്കും ലാഗായിട്ട് പോകുന്നത്. എനിക്ക് ബിസിനസിനോടാണ് താല്പര്യം. എനിക്ക് അതിന്റേതായിട്ടുള്ള ഒരു ചെറിയൊരു നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. എനിക്ക് ബിസിനസിനോടാണ് താല്പര്യം. പിന്നെ ആരോഷ് എന്നോട് അയാൾ ചോദിച്ചിട്ടുണ്ട്, ജോബ് 10th and +2 റിസൾട്ട്. എനിക്ക് തോന്നുന്നു 10th-ന്റെയും +2-ന്റെയും മാർക്ക് ഒരു കഥ തന്നെയാണ് പറയാ. അതുകൊണ്ട് അത് നമ്മൾ ചിരിക്കാൻ അധികം മുട്ടകളുള്ളത് കൊണ്ട് ഞങ്ങള് ആരും അങ്ങനെ ബുദ്ധികളൊന്നും അല്ല. A+ന്റെ എണ്ണമൊക്കെ കുറവാണ്. വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് പ്ലാൻ? അടുത്ത നെക്സ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ സത്യം പറയട്ടല്ല, കുറച്ച് കാശ് സംഘടിപ്പിക്കുക, എങ്ങനെയും ഇവിടെ നിന്നൊന്ന് മൈഗ്രേറ്റ് ആവുക, ഇത്രേ ഉള്ളൂ. എന്റെ കാര്യം എനിക്ക് കുറച്ച് ഫ്യൂച്ചർ പ്ലാൻസ് ഉണ്ട്, പക്ഷെ അതെനിക്ക് നടന്നു കഴിഞ്ഞിട്ട് പറയാനാണ് ആഗ്രഹം. എല്ലാം ഞങ്ങളെ യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങൾ അറിയിക്കും. ഞങ്ങള് അപ്പ് ആൻഡ് ഡൗൺ എല്ലാം ഞങ്ങളെ അറിയിക്കും. ഞങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളെ ജീവിതത്തിൽ സ്പെഷ്യലായിട്ട് നടന്ന ഉറപ്പായിട്ട് ഞങ്ങൾ അപ്പൊ ഫോൺ എടുത്തിട്ട് ഞങ്ങൾ വ്ളോഗ് ചെയ്തിരിക്കും. പ്രാർത്ഥന വൈ യു സ്റ്റാർട്ടഡ് യൂട്യൂബ് ചാനൽ. അങ്ങനെയല്ല, ഞാൻ പെട്ടെന്ന് ഒരു ദിവസം ഫോൺ എടുത്തപ്പോഴത്തേക്കും മുത്തു പെട്ടെന്ന് വന്ന് പറഞ്ഞു, ചേച്ചി അതുല്യ നമുക്ക് ചേച്ചി നമ്മൾ എന്നെ വിളിക്കാറില്ല. ആക്ച്വലി 1 വയസ്സിന്റെ മൂത്തതാണെങ്കിൽ അവൾ എന്നെ ചേച്ചി എന്ന് വിളിക്കാറില്ല. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അതുല്ലേടി നമുക്ക് നിനക്ക് ഫോൺ എടുത്തല്ല, നമുക്ക് ഇനി വെറുതെ ഇരിക്കേണ്ട, നമുക്ക് യൂട്യൂബിൽ നല്ല നല്ല വീഡിയോസ് ഇടാം. അപ്പൊ ഞാൻ ചോദിച്ചു, നമുക്ക് എന്തിനാ വീഡിയോസ് ഇടണം, നമുക്ക് അത് ഇട്ടാ നമ്മൾ എന്തിനാവും, നമുക്ക് കണ്ടന്റ് ഉണ്ടാ, നമ്മള് എന്ത് കണ്ടന്റ് ഇടും, ഒരു 10 ആൾക്കാരെങ്കിലും നമ്മളെ വീഡിയോ ഇട്ടാ കാണുമോ എന്നൊക്കെയാണ് നമ്മൾ ചിന്തിച്ചോണ്ടിരുന്നത്. കാരണം ഏറ്റവും കൂടുതൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് മുത്തിന്റെ ആ ഒരു ഇതിലാണ്. എന്നിട്ട് ഞങ്ങൾ 3 പേരും ആദ്യം ഇതായി. ഒരു പ്രാവശ്യം ഒന്നുമല്ല, അവളെ ഇപ്പൊ വന്നാലും ഇവിടെ വന്നാലും പറഞ്ഞുകൊണ്ടിരിക്കും യൂട്യൂബ് ചാനൽ തുടങ്ങാൻ, രക്ഷപ്പെടും. ഒരു 3 മാസത്തെ കൺവിൻസിന് ശേഷമാണ് സഡൻ ആയിട്ട് യൂട്യൂബ്, സഡൻ ആയിട്ടല്ല, 3 മാസത്തെ കൺവിൻസിന് ശേഷമാണ് ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ചുമ്മാ നമ്മൾ എവിടെ പുഞ്ചക്കരിയില് പോയപ്പോഴേ അപ്പൊ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ്, എന്റെ അടുത്ത് മുത്തിന്റെ അടുത്ത് പറഞ്ഞ്, ചുമ്മാ നിങ്ങൾ നില്ല ഒരു ഇൻട്രോ വീഡിയോ എടുത്തു തരാന്ന്. അങ്ങനെയാണ് ഞങ്ങൾ ആ ഇൻട്രോ വീഡിയോക്ക് വോയിസ് ഓവറൊക്കെ കൊടുത്ത് എഡിറ്റ് ചെയ്തൊക്കെ അപ്ലോഡ് ചെയ്തപ്പോ അവര് ചോദിക്കും വിഷ്ണു ചേട്ടാ ആരാണ്. വിഷ്ണു ചേട്ടാ ആരുമല്ല, എന്നെ കല്യാണം കഴിക്കാൻ പോണ ആളാണ്. ഞങ്ങള് 10 വർഷമായിട്ട് ഞങ്ങള് ലവ് അഫെയർ ഉണ്ട്. വീട്ടില് പറഞ്ഞ് സമ്മതിച്ച് എല്ലാരും ഓക്കെ ആണ്. ഇനി ഡേറ്റ് നോക്കുക, കല്യാണം കഴിക്കുക, അത്രേ ഉള്ളൂ. ആ പുള്ളിയാണ് വിഷ്ണു. അങ്ങനെ ചേട്ട എടുത്തുന്ന വീഡിയോ നമ്മൾ ആദ്യമായിട്ട് ഇട്ടപ്പോ തന്നെ വ്യൂസ് അത്യാവശ്യം ഉണ്ടായിരുന്നു. 1K 2 ദിവസത്തെ ഒരു 1K കിട്ടിയപ്പോ നമുക്ക് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങി ആ സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒന്നും ഞങ്ങളെ ഫ്രണ്ട്സ് അല്ല, എല്ലാം സ്ട്രേഞ്ചേഴ്സ് ആണ് അല്ലേ. ഞങ്ങളെ അന്നും ഇന്നും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ എന്നും പറഞ്ഞ് ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്തില്ലെന്നല്ല, ഉണ്ട് നല്ല കുറച്ച് ഫ്രണ്ട്സ് ഇപ്പോഴും കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് ഉണ്ട്. എനിക്കും പേഴ്സണലി ഉണ്ട്, ഇവക്കും ഉണ്ട്. അടുത്ത കടൽ പാണ്ട പ്ലേസ് തിരുവനന്തപുരത്ത് തിരുവല്ലത്താണ്. ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്നത് തിരുവല്ലത്താണ്. ഇനി ഭാവിയിൽ മാറുമെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പൊ തിരുവല്ലത്താണ്. പക്ഷെ ഞങ്ങളെ 3 പേരെയും ബോൺ പ്ലേസ് വളർന്നത് വേളിയാണ്. ഞങ്ങൾ 21 വർഷം ഞങ്ങൾ വേളിയിലായിരുന്നു. മുത്ത് ഒരു 18 വർഷമൊക്കെയാണെന്ന്. 18 വർഷം. ഞാൻ ജനിച്ചത് ഞാൻ തൃശ്ശൂരാണ്, പക്ഷെ അതിനുശേഷം വേളിയിൽ വന്ന് പിന്നെ ഇവിടെ വന്നിട്ട് 12 വർഷമായി. ബോൺ പ്ലേസ് വേളയാണ് ഞങ്ങൾ എല്ലാരും. ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്നത് തിരുവല്ല. ഞങ്ങൾ ഇവിടെ വന്നിട്ട് 3 വർഷമായി. ഞാനും മുത്ത് ഇവിടെ വന്നിട്ട് 12 വർഷമായി. ഫേവറേറ്റ് ഫുഡ് എനിക്ക് മസാല ദോശ ഭയങ്കര ഇഷ്ടം. സത്യം പറഞ്ഞാൽ തിരിച്ചു കടിക്കാത്ത എന്ത് നമ്മൾ തിന്നും. ഫേവറേറ്റ് ആയിട്ടൊന്നുമില്ല, എനിക്ക് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ എനിക്ക് ഏറ്റവും കൂടുതൽ നാടൻ ഫുഡ് ഈ കഞ്ഞി, മരിച്ചീനി, മീൻ, കരുവാട് മീൻ, ഇങ്ങനെ കടിച്ചിട്ട് അതൊക്കെ ഇഷ്ടമാണ്. എന്നാൽ ഈ
ഓരോ സ്ഥലങ്ങളിൽ പോയാൽ അവിടുത്തെ ഈ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ട്രൈ ചെയ്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. ഞാൻ കൂടുതലും വെറൈറ്റിയോട് പോവാറില്ല, കാരണം എനിക്ക് വയറ് അപ്സെറ്റ് ആവുമെന്ന് പേടിയുണ്ട്. അതുകൊണ്ട് എനിക്ക് സാധാരണ നാടൻ ഫുഡൊക്കെയാണ് ഞാൻ കൂടുതൽ എവിടെ പോയാലും പ്രിഫർ ചെയ്യണത്. നെക്സ്റ്റ് ടൂർ എങ്ങോട്ടാ ചേച്ചിമാരെ? ടൂറ് ഞങ്ങൾ വഴിയെ പറയാം. എല്ലാരും ചോദിക്കുന്നുണ്ട് ചേച്ചി അടുത്ത ടൂർ എവിടെ, ടൂർ എവിടെ? ടൂർ പോണുണ്ട്, കൺഫേം ആയിട്ട് ഞങ്ങൾ ഒരു ടൂർ ഉടനെ തന്നെ പോണുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ അപ്പൊ പറയാം. കാരണം നടക്കാതൊരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നടന്നിട്ട് അല്ല നടക്കുമെന്ന് ഉറപ്പായിട്ട് പറയാം. നമ്മൾ എന്തായാലും അടുപ്പിച്ച് വീഡിയോ ഇടും അതിന്. അടുത്ത റംസിയ ചോദിച്ചിട്ടുണ്ട്, വീഡിയോ എടുക്കുമ്പോൾ മടി പിടിച്ചിരിക്കുന്നത് ആരായിരിക്കും? 10 മണിക്ക് നമുക്ക് വീഡിയോ എടുക്കാം. രാവിലെ വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ എടുക്കണ ഒരു 5:30 ആ ഒരു സമയം. തിന്നെ കുടിക്കുക ഒന്നുമില്ല, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എല്ലാരും ഒരുപോലത്തെ മൈൻഡാണ്. ഇരിക്കുക, എല്ലാരും ഇരിക്കുക. 12 മണിക്ക് മുത്ത് വീട്ടിൽ വരും. 12 മണി തൊട്ട് 3 മണി വരെ ഞങ്ങൾ കാര്യം പറയും. 3 മണി തൊട്ട് 3:30 വരെ ഞങ്ങൾ കണ്ടന്റ് ചെയ്തും. 3:30 തൊട്ട് ക്യാമറ വെച്ചിട്ട് ഞങ്ങൾ പിന്നെയും കാര്യങ്ങൾ പറയും. എന്നിട്ട് ഞാൻ വീണ്ടും ആ സോഫ ഇരുന്നിട്ട് വീണ്ടും ഞാൻ കാര്യം പറയും. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയം 6:30 വൈകിട്ട്. നമ്മൾ 6 മണി വരെ കാര്യം പറയും. 6:10 വീഡിയോ എടുത്തിട്ട് 6:30 വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത്. പക്ഷെ 6:10 എടുത്തിട്ട് 6:30 വരെ ഞങ്ങൾ ഇരുന്ന ദിവസങ്ങൾ ഉണ്ട്. അടുത്തത് ഫാത്തിമ റിഫയാണേ. ഫേവറേറ്റ് കളർ നിങ്ങളൊക്കെ എവിടെയാ പഠിച്ചേ? ഫ്രണ്ട്സ് ആണോ കസിൻസ് ആണോ? ഹായ് പറയോ. ഹലോ ഫാത്തിമ റിഫ. ഹലോ ഫാത്തിമ റിഫ. ഞങ്ങളൊക്കെ ഇവിടെ ലൈവ് ഇട്ടപ്പോ എനിക്ക് വന്ന ഒരു ഓർമ്മയുണ്ട്. ഫാത്തിമ റിഫ എന്ന് പറഞ്ഞിട്ട് ലൈവില് വന്നിട്ട് ഹായ് പറയുമെന്ന്. ഫേവറേറ്റ് കളർ എനിക്ക് സ്കൈ ബ്ലൂ ആൻഡ് വൈറ്റ്. എനിക്ക് റെഡ്. എനിക്ക് ഇന്നലെ വരെ ബ്ലൂ ആയിരുന്നു, ഇന്ന് മുതൽ യെല്ലോ. ഞാൻ പഠിച്ചത് ഞാനും ആളും ആദ്യം പറയാം. ഞങ്ങൾ രണ്ടുപേരും ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് കൊച്ചുവേളി 4ാം ക്ലാസ് വരെ പഠിച്ചു. 4ാം ക്ലാസ് തൊട്ട് ഞങ്ങൾ സെയിന്റ് റോസ് കോൺവെന്റിൽ പഠിച്ച് 10ാം ക്ലാസ് വരെ. പ്ലസ് 1 പ്ലസ് 2 ഞങ്ങള് പട്ടം ഗേൾസിൽ പഠിച്ച്. സോറി, ഞാൻ പട്ടം ഗേൾസ്. ഞാൻ പ്ലസ് 1 പ്ലസ് 2 പൂന്തുറ സെന്റ് തോമസിലാണ് പഠിച്ചത്. ഡിഗ്രിക്ക് ഞാൻ NSS പെരുന്താനി. അവള് ഒരു ന്യൂട്രീഷൻ കോഴ്സാണ് എടുത്തത്. അത് ഞാൻ LKG UKG ഒക്കെ തൃശ്ശൂരാണ് പഠിച്ചത്. പിന്നെ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ സെന്റ് റോക്സിൽ ഇവരെ കൂടെയാണ് ഞാൻ പഠിച്ചത്. പിന്നെ 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഞാൻ കാർത്തിക തിരുനാൾ മണക്കാടാണ് പഠിച്ചത്. പിന്നെ പ്ലസ് 1 പ്ലസ് 2 പട്ടം ഗേൾസിൽ അതിന്റെ ഒരു കൂടെ. പിന്നെ ഞാൻ ഡിഗ്രി കോപ്പറേറ്റീവ് കോളേജ്, ആയുർവേദ കോളേജ്. ഞാനും ആളും സിബ്ലിംഗ് ആണ്. മുത്ത എന്റെ മാമന്റെ മോളാണ്. അക്ഷയ സുനിൽ ചോദിച്ചിട്ടുണ്ട്, അമൃത ഗോപിക ആക്ടിങ് സൂപ്പർ ആണ് കേട്ടോ, ഇതുപോലെ മുന്നോട്ട് പോകൂ, ക്യാമറമാന് ഫുൾ ക്രെഡിറ്റ്. നല്ല നിങ്ങൾ ഏതൊക്കെ കോലത്തിൽ ഞങ്ങൾ വീഡിയോയിൽ പറഞ്ഞ കോലമാണോ ഞങ്ങള് പണ്ട് ഒരുങ്ങിയൊക്കെ നിൽക്കുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് കുഴപ്പമില്ല, എങ്ങനെ ഇരിക്കണ കോലത്തിലാണ്. പക്ഷേ Q&A വന്ന് കുറച്ച് നീറ്റായിട്ട് തീരുമാനിച്ചതാണ്. Q&A കുറച്ച് നീറ്റായിട്ട് ഇരിക്കാന്ന് വിചാരിച്ച്. അപ്പം ഇപ്പോഴും വഴിയിലൊക്കെ വെച്ച് ഞങ്ങൾ ആരെങ്കിലും കാണുമ്പോ ആന്റി ചേച്ചി എന്നൊക്കെ വിളിക്കാറുണ്ട്. അമ്മച്ചി എന്ന് വിളിച്ചൊരു ദിവസം കോലി പോയപ്പോ അമ്മച്ചി ഏതൊരു കൊച്ചു മുണ്ടും ഗ്ലാസ് കൊടുത്ത അമ്മച്ചിയല്ലേ എന്ന് ഞങ്ങളാ. ഓക്കെ, അത് സന്തോഷം. കാരണം നമ്മളെ അങ്ങനെ തിരിച്ചറിയാനുണ്ടല്ലോ എല്ലാരും. നമുക്ക് അതിൽ വളരെ സന്തോഷമുണ്ട്. ജോബിൻ ചോദിച്ചിട്ടുണ്ട്, ജോബിൻ VH ചോദിച്ചിട്ടുണ്ട്, ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം. ലൈഫ് നമുക്ക് ചെയ്യാം കേട്ടോ. ഞങ്ങൾ എല്ലാരും ചെയ്യാം. ഓക്കെ, അടുത്തത് സുജാത ചോദിച്ചിട്ടുണ്ട്, ലൈഫ് ഈസ് ഗോയിങ് ഇൻ സ്മൂത്ത് വേ ഓർ നോട്ട്? പക്ഷെ ഞങ്ങൾ എല്ലാം തരണം ചെയ്ത് ഹാപ്പി ആയിട്ട് പോകും. ഇപ്പൊ ലൈഫ് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ഇന്നലെ വിഷമായിരുന്നെങ്കിൽ നമ്മൾ അതൊക്കെ രാവിലെ എണീക്കുമ്പോ എല്ലാം മറന്ന് ഹാപ്പിയാണ്. അതിന്റെ പിറകെ നമ്മൾ ഇരിക്കൂല. ഇപ്പൊ നമ്മൾ ഒരാള് വിഷമിപ്പിച്ച നമ്മൾ അതും ആലോചിച്ചുകൊണ്ട് നമ്മൾ ജീവിതകാലം മുഴുവൻ സമയം കളയരുത്. ആ സെക്കൻഡ് അത് അവിടെ കളയുക, അടുത്ത് മൂവ് ഫോർവേഡ്. എന്താണ് ഇനി അടുത്തെന്ന് ചിന്തിക്കുക, പോവുക. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് മുമ്പോട്ട് ചെയ്ത് തീർക്കുക ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു കാര്യം, ഞങ്ങൾ ആരും ഇങ്ങനെ അല്ലായിരുന്നു. ഞങ്ങളെ കൂട്ടത്തിൽ ഒരു പോസിറ്റീവ് വൈബുള്ള ഒരു സാധനം ഉണ്ട്. ആ പുള്ളിക്കാരൻ പറഞ്ഞാണ് ഞങ്ങളെ മൈൻഡൊക്കെ ഇങ്ങനെ ആക്കിയത്. നമ്മൾ എന്ത് പ്രശ്നം പറയും, എന്തിന് സീരിയസ് ആവണം, അതിലെ കേട്ട് ഇതിലെ നിങ്ങൾ കളഞ്ഞിട്ട് ഫ്രീ ആയിട്ട് അതിന്റെ പിറകെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ പിറകെ പോവാൻ പറ്റുള്ളൂ. സുഖി ചോദിച്ചിട്ടുണ്ട്, ചേച്ചി നിങ്ങളുടെ യൂട്യൂബ് വീഡിയോസ് കാണുന്നത് ഒത്തിരി റിലാക്സേഷൻ ഉണ്ട്, എന്നും വീഡിയോസ് ഇടണം. എനിക്ക് ക്യാമറാമാനെ എടുക്കുന്ന ചേച്ചീനെ കൂടുതൽ ഇഷ്ടമാണ്. വീഡിയോസിൽ വരാമോ? ഫ്യൂച്ചറിൽ വരാൻ പ്ലാൻ ഉണ്ടോ? ഫ്യൂച്ചറിൽ വരേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ ഉറപ്പായിട്ടും വരും. ലോങ് വീഡിയോസിലൊക്കെ വരണുണ്ട്, ഇങ്ങനത്തെ വീഡിയോസിലൊക്കെ വരണുണ്ട്. പിന്നെ ഷോർട്സിൽ ഞങ്ങൾക്ക് വീഡിയോ എടുത്ത് തരണോണ്ടാണ് എനിക്ക് വരാൻ പറ്റാത്തത്. കാരണം നമ്മൾ എടുക്കുന്നത് ഒരു വീഡിയോ ആണെങ്കിൽ അത് കുറച്ച് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളിൽ എത്തിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹം.
ഞാനും കൂടെ അതിലോട്ട് ഒരു ഫോണേ ഉള്ളൂ. എല്ലാവർക്കും ഫോൺ ആയി കഴിയുമ്പം മാറും. എല്ലാരും മാറി മാറി വീഡിയോസ് ഒക്കെ എടുത്ത് അപ്പൊ വരും. ചേച്ചിന്റെ പേരെന്താ? ചേച്ചിയുടെ വീട് എവിടെയാണ്? ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീഡിയോസ് ഒക്കെ അടിപൊളിയാണ്. ഞങ്ങൾ ഇടുന്ന കമന്റ്സ് വായിക്കുന്നേ ഇല്ല. അബി നമ്മൾ കമന്റ്സ് വായിച്ച് വീഡിയോസ് ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഇനി നിങ്ങളെ സപ്പോർട്ട് സ്നേഹവും ഞങ്ങൾക്ക് മുമ്പോട്ട് വേണം. ഒരു ഹായ് പറയൂ. കല്യാണിക്കുട്ടി നഫ്രിൻ ചോദിച്ചിട്ടുണ്ട്, ആ കട ആരുടെയാ? കട നമ്മളെ വീടിന്റെ അടുത്തുള്ള ഒരു മാമീനെയാണ്. നിങ്ങളെ കമന്റ് കണ്ട് കണ്ട് ഞങ്ങൾ പിന്നെ അതങ്ങ് നിർത്തി. എല്ലാരും പറഞ്ഞ് കടയിലെ വീഡിയോ ഒന്ന് നിർത്ത് മടുത്തെന്ന്. പിന്നെ നമ്മളും വിചാരിച്ച് എങ്കിൽ പിന്നെ കുറച്ച് ദിവസത്തേക്ക് അതങ്ങ് നിർത്തി കളയാന്ന്. അങ്ങനെ ഞങ്ങൾ ഇപ്പൊ കടയിലോട്ട് അങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് പോവാറില്ല. റോണി ചോദിച്ചിട്ടുണ്ട് ഏതാ ക്യാമറ? 14+. ലക്ഷ്മി മോഹൻ, ഹലോ ഓൾ, നിങ്ങളുടെ വീഡിയോസ് ഒത്തിരി ഇഷ്ടമാണ്. ഇനിയും ഒരുപാട് വീഡിയോസ് അക്സെപ്റ്റ് ചെയ്യുന്നു. കീപ് ഗോയിങ്. നിങ്ങൾ എല്ലാവരും പഠിക്കുവാണോ? ഫ്യൂച്ചർ പ്ലാൻ യൂട്യൂബേഴ്സ് ആയി തന്നെ കണ്ടിന്യൂ ചെയ്യാനാണോ? എനിക്ക് എന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് യൂട്യൂബർ ആയിട്ട് കണ്ടിന്യൂ ചെയ്യണം. പ്ലസ് എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. എല്ലാവർക്കും എന്റെ ഫ്യൂച്ചർ പ്ലാന് ഞാൻ പറഞ്ഞു, നമ്മൾ സീക്രട്ട് ആയിട്ട് വെച്ചിട്ടുണ്ട്, അത് റിവീൽ ചെയ്യും. പക്ഷെ ഞങ്ങൾ യൂട്യൂബർ എന്നുള്ള ലേബൽ എന്നും ഉണ്ടാവും. യൂട്യൂബർ കണ്ടിന്യൂ ചെയ്യും. യൂട്യൂബ് നിർത്താത്തടത്തോളം കാലം കണ്ടിന്യൂ ചെയ്യും. അടുത്ത ഒരു ഫിലിപ്പോസ് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി ഒരു ടെലിപ്പതി ചാലഞ്ച് ഇടണം ആൻഡ് ഷോപ്പിലെ വീഡിയോസ് ഇടണം, ചെയ്യാമോ? ഷോപ്പിലെ വീഡിയോസ് നമ്മൾ ചെയ്യാം. അടുത്ത ഉടനെ തന്നെ നമ്മളെ ഷോർട്സിൽ ഷോപ്പ് വീഡിയോസ് വരും. ഞങ്ങളിവിടെ ഒരു ഷോപ്പ് ടെലിപ്പതി ചാലഞ്ച് ഞങ്ങൾ ചെയ്യാം. ക്ലാസ് അഷബ് ചോദിച്ചിട്ടുണ്ട്, ഇൻ വിച്ച് സിറ്റുവേഷൻ യു ഡിസൈഡഡ് ടു സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ? അങ്ങനെ പ്രത്യേകിച്ച് എന്നിട്ട് ചുമ്മാ ഇരുന്ന് ഫോൺ എടുത്തപ്പോ തേടി നമുക്ക് യൂട്യൂബ് ചാനൽ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മളെ ഫസ്റ്റ് വീഡിയോ 45,000 വ്യൂസ് പോയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വീഡിയോ ഷോർട്ട് വീഡിയോ 45,000 വ്യൂസ് പോയിട്ടുണ്ട്. അതിനുശേഷമാണ് നമുക്ക് അപ്പൊ നമുക്കൊരു ഇടാനുള്ള ഡെയിലി ഇടാം. ഇന്ന് 45,000 എന്ന് പറഞ്ഞാൽ നാളെ ചിലപ്പോ 2,000 വ്യൂസ് ആയിരിക്കും. എന്നും ഞങ്ങൾ പിന്മാറിയില്ല. ഞങ്ങള് അതിനു വേണ്ടി തന്നെ ഹാർഡ് വർക്ക്. ഇപ്പൊ ആര് പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയാലും ഞങ്ങൾക്ക് ഇത് തന്നെ പറയാനുള്ളൂ. ഇപ്പൊ നിങ്ങൾക്കിപ്പം ഫസ്റ്റ് ഒരു ഇറക്കമാണെങ്കിൽ നിങ്ങൾ പോവാൻ ഒരു കയറ്റം നമുക്ക് ഉറപ്പായിട്ടും അതിൽ നിന്ന് നമുക്ക് കിട്ടും. ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ 8 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇടുന്ന വീഡിയോ ഇപ്പൊ ഇന്നിടുന്ന വീഡിയോ ആ 8 ലക്ഷം ആൾക്കാരും കാണണമെന്നില്ല. അത് ചിലപ്പോ അത് 1 ലക്ഷം ആയിരിക്കും അന്നത്തെ വ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അയ്യോ വിഷമിച്ചിരുന്ന ആളെയും അതും ആലോചിച്ച് വിഷമിച്ചോണ്ടിരിക്കരുത്. എന്നും യൂട്യൂബ് ചാനൽ ഉള്ളവര് എന്നും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്, നല്ല നല്ല കണ്ടന്റ് യൂട്യൂബില്. അടുത്ത ക്വസ്റ്റ്യൻ അൻഷിത ചോദിച്ചിട്ടുണ്ട്, വീഡിയോസിൽ വരുന്ന കുട്ടികൾ ആരാ? പാച്ചുവിന്റെ വീഡിയോസ് ഇനിയും വേണം. പാച്ചുവിന്റെ വീഡിയോസും ദേവുവിന്റെ വീഡിയോസും ഉറപ്പായിട്ടും ഉണ്ടാവും. നമ്മളെ പിള്ളേരാണ്, എന്റെ ചേച്ചിയുടെ മക്കളാണ് അവര്. ചേച്ചിയുടെ മോളുടെ കുട്ടികളാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മളെ വീട്. അവരുടെ വീടും അടുത്ത്, ഞങ്ങളെ വീടിന്റെ അടുത്താണ്. അപ്പൊ പിള്ളേര് കുഞ്ഞു മക്കളാണ്. ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് അവര് ഫുൾ ഉണ്ടായിരുന്നു. അതാണ് ഞങ്ങള് ഒരുപാട് പാച്ചൊരു 3 വയസ്സേ ഉള്ളൂ. പക്ഷെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അവൻ എന്താ വന്നിരുന്നേക്ക് വീഡിയോ എടുക്കാൻ പോവാന്ന് പറയുമ്പോ അവൻ പറയും പോവാ വീഡിയോ എടുക്കാം. നമ്മള് അവൻ നല്ല മൂടുണ്ടെങ്കിൽ അവൻ നമ്മള് പറയണ കാര്യങ്ങള് ആ സ്പോട്ടിലോ ആ വീഡിയോയിലോ നമുക്ക് പറയും. ചിലപ്പോ കളിയും ചിരിയിലൊക്കെ നിൽക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടും ഒരു ഡയലോഗ് അവനെ കൊണ്ട് പറയിപ്പിക്കാൻ. പക്ഷെ പിള്ളേരെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് ഇഷ്ടപ്പെടണമെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾ ഇനി അടുത്ത എന്തെങ്കിലും ഒരു വ്ളോഗിൽ മാക്സിമം ഞങ്ങൾ ഇപ്പൊ അവര് സ്കൂളിൽ പോയേക്കണം. അവർക്ക് സ്കൂൾ ഉള്ളതുകൊണ്ട് അതും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് അവര് നമ്മളിങ്ങനെ ശനി ഞായറൊക്കെ ആയിരിക്കും അവർക്ക് ഇനി ഫ്രീ ആയിട്ട്. അപ്പൊ നമ്മൾ അവരെ മാക്സിമം വീഡിയോയിൽ കൊണ്ടുവരാവേ. ജോസ് ചോദിച്ചിട്ടുണ്ട്, 4 മെമ്പേഴ്സ് ബർത്ത്ഡേ പ്ലീസ്. ഞാൻ പറയാം, ഇത് നവംബർ 9, സോറി, ഇത് മാർച്ച് 24, ഗംഗ ഏപ്രിൽ 10, മുത്തിൻ്റെത് ഏപ്രിൽ 23. ഞങ്ങളെ പറ്റി ഇത്രയൊക്കെയല്ലേ ഉള്ളൂ അറിയാം. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ഇതൊക്കെ തന്നെയാണ് നമ്മള്. ഞങ്ങൾ രാവിലെ എഴുതിക്കും, വീഡിയോസ് ഇടും, വീണ്ടും കണ്ടന്റ് ഉണ്ടാക്കും, വീഡിയോസ് ഇടും. വേണമെങ്കിൽ എവിടെയെങ്കിലും ചെറുതായിട്ട് ഔട്ടിങ് പോകും, ഉത്സവം വന്നാൽ ഞങ്ങൾ കാണും. കാരണം അവിടുത്തെ ചോറൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ചോറൊന്നും മിസ്. നമുക്ക് അത് വണ്ടി ഇല്ലാത്തതിന്റെ ഒരു വിഷമമുണ്ട്. ഓട്ടോ പിടിച്ച് പോണം. അതിനെ പറ്റി പറയണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ സർപ്രൈസ് ലോട്ടറിയാണ് ഞങ്ങൾ കാരണം അല്ലേ. ഞങ്ങൾക്ക് ഒരു സർപ്രൈസും വരണുണ്ട്. അത് ഞങ്ങൾ ഉറപ്പായിട്ടും വ്ലോഗ് ചെയ്യും. ഒരു നാദിയ സിരാജ് പറഞ്ഞിട്ടുണ്ട്, ഒരാളും കൂടെ ഉണ്ടല്ലോ എവിടെ പോയി? അപ്പൊ ഗംഗ ഇപ്പം
ഒരു പുതിയ കോഴ്സ് ചേർന്നിട്ടുണ്ട്. അവള് ഫാർമസിയുടെ ഒരു കോഴ്സ് ചേർന്നിട്ടുണ്ട്. അപ്പോൾ അവൾ അത് പഠിക്കാൻ വേണ്ടിയിട്ട് പോയി. +2 വെക്കേഷൻ സമയത്തായിരുന്നു നമ്മളെ കൂടെ കൂടുതലും വീഡിയോസിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ അവൾക്കൊരു പുതിയ കോഴ്സ് ആയി. അപ്പോൾ അതിന് പോയി പഠിക്കുകയാണ്. അവളിവിടെ അല്ല, കോട്ടകാലാണ്. പൂവാർ അടുപ്പിച്ചിട്ടുള്ള ഒരു സ്ഥലമാണത്. അപ്പോൾ അവൾക്ക് അവിടെ നിന്ന് നമ്മളെ തിരുവല്ലം വരെ വന്ന് പോയി വീഡിയോ എടുക്കാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് അവൾ വീഡിയോയിൽ വരാത്തത്. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. പിന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഒരുപാട് പേര് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 10, 200, 250 ക്വസ്റ്റ്യൻ 2 പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് കുറെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് കാഷ്വൽ ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യന്റെ ആൻസർ ഒക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇന്ന ഗൈസ് ഏറ്റവും ലാസ്റ്റ് ഞാൻ ആദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു 8 ലക്ഷത്തിന്റെ കേക്ക് കട്ടിയാത്ത എന്ത്, സെലിബ്രേറ്റ് ചെയ്യാത്ത എന്ത്. പിന്നെ ഞങ്ങള് 8 ലക്ഷത്തിന് മുന്നേ നമ്മളൊരു ലൈവില് വന്നപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു 8 ലക്ഷത്തിനനുസരിച്ച് നമ്മളൊരു ഗീവ് അവേയും കൂടെ ചെയ്യുമോ. ഇതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞങ്ങളെ കൂടെ കളിച്ച് വളർന്ന ഞങ്ങളെ എന്തു പറയാ, കുഞ്ഞിലെ, അതായത് ജനിച്ചപ്പോൾ തൊട്ട് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഞങ്ങളെ എല്ലാവരും, ഞാൻ, മാളു, മുത്ത്, ഞങ്ങളെല്ലാവരും, അവനും. അപ്പോൾ ഞങ്ങളെ വിട്ട് അവൻ പോയി. അവൻ എൻ്റെ ഏജാണ്, 25 വയസ്സാണ്. ഞങ്ങൾക്ക് ആ വേദന ഒട്ടും ഞങ്ങൾക്ക് സഹിക്കാം. ഞങ്ങൾക്ക് അവൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് ഞങ്ങളെ വിശ്വാസം, ഞങ്ങളെ മൈൻഡിൽ. നമുക്കത് ഒരിക്കലും മറക്കാൻ പറ്റൂല അവനെ. അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ ഒരു ദിവസം രാത്രി പെട്ടെന്ന് ഞങ്ങൾ അറിഞ്ഞപ്പം മരിക്കുന്നതിനും തൊട്ട് മുന്നേ നമ്മള് കണ്ട് സംസാരിച്ച് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതൊരു എല്ലാവരും അവന് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കണം. അവൻ ഹാപ്പി ആയിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ 8 ലക്ഷത്തിന്റെ ഗിവ് അവേ. ആ ഒരു മൂഡിലും അല്ലായിരുന്നു ഒരു വീഡിയോ ചെയ്യണം, ഗിവ് അവേ കൊടുക്കണം, ആ ഒരു മൂഡൊന്നും അല്ലായിരുന്നു. അതുകൊണ്ടല്ല നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് തന്നെ എന്തായാലും ഗിവ് അവേ പ്ലാൻ ചെയ്യണുണ്ട്. അപ്പൊ എല്ലാരും ഇതാണ് ആ കാര്യം. അപ്പൊ എല്ലാരും അവന് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കണം. ഞങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാരും അവന് വേണ്ടിയിട്ട് ഒരു സെക്കൻഡ് അവന് വേണ്ടി പ്രാർത്ഥിക്കണം. പാവമാണ് എന്നുവെച്ചാൽ അവൻ എന്ത് പറഞ്ഞാലും ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. ഭയങ്കര കോമഡിയാണ് ആള്. അവന്റെ ഓരോ സംസാരം എല്ലാം, അവന്റെ ആ പഴയ വോയിസ് മെസ്സേജ് ഒക്കെ എടുത്ത് കാണുമ്പോ സത്യം പറഞ്ഞാൽ അറിയാതെ തന്നെ നമ്മൾ കരഞ്ഞു. അങ്ങനത്തെ ഒരു ബോണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. ഇതൊക്കെ കൊണ്ടാണ് വീഡിയോ ലേറ്റ് ആയത്. 8 ലക്ഷത്തിന്റെ ആഘോഷം ഇല്ലായിരുന്നത്, ഗിവ് അവേ തരാൻ പറ്റാതായിരുന്നത്. ഗിവ് അവേ ഞങ്ങളും വിചാരിച്ച 8 ലാഖൊക്കെ ആകുമ്പം എന്തോന്ന് നമ്മളെ ഫാമിലി മാത്രം, പുറത്തുനിന്ന് ആരുമില്ല, നമ്മള് മാത്രം ഒരു കേക്കൊക്കെ വാങ്ങിച്ച് കട്ട് ചെയ്ത് വ്ളോഗ് എടുത്ത് എല്ലാം ചെയ്യണം നമ്മൾ വിചാരിച്ച്. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ അങ്ങനെ ചെയ്യണത് ശരിയല്ല. നമ്മൾ മാനസികാവസ്ഥ അതിനുള്ളതല്ലായിരുന്നു. അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ എന്നും പറഞ്ഞ ഗിവ് അവേ ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഉറപ്പായിട്ട് ഒന്നെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് അല്ലെങ്കിൽ ലൈവിൽ വന്നിട്ട് പറയും അതിന്റെ ഡീറ്റെയിൽസ് എന്താണെന്ന്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഗിവ് അവേ ആയിരിക്കും വരണത്. പിന്നെ നിങ്ങൾ എല്ലാരും പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആക്കി തരണം. എല്ലാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഒരു കാര്യം, വീഡിയോ കാണുന്നുള്ളവര് ചിലപ്പോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവില്ല. അവരും ഞങ്ങളെ പുതിയ ആൾക്കാരായിട്ട് സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് പുതിയ ആൾക്കാരുണ്ട്, ഒരുപാട്. അപ്പൊ അവരൊക്കെ ഞങ്ങളെ ഇനിയും സപ്പോർട്ട് ചെയ്യണം. ഇനിയും ഞങ്ങളെ വീഡിയോസ് ഷെയർ ചെയ്ത് ഇനിയും മുമ്പോട്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെന്തിര് കമന്റ് ഇട്ട എല്ലാരടുത്തും താങ്ക് യു സോ മച്ച്. എല്ലാരും നമ്മളെ ഇത്രയും കാര്യങ്ങളൊക്കെ തിരക്കി അറിയണം എന്ന് ആഗ്രഹമുള്ള കുറെ പേരുണ്ടായിരുന്നു. എല്ലാവർക്കും താങ്ക് യു. അപ്പൊ ഇനിയും സപ്പോർട്ട് ചെയ്യാം. ഇതുവരെ സപ്പോർട്ട് ചെയ്തതിന് എല്ലാത്തിനും ഒരുപാട് അപ്പൊ ഇനി ഞങ്ങൾക്ക് മുമ്പോട്ട് നിങ്ങളെ ഈ സപ്പോർട്ട് തന്നെ വേണം. അപ്പൊ ഗൈസ് അത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഹോപ്പ് യു ഗൈസ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അടിച്ചു പൊട്ടിക്കുക. സ്റ്റേ ട്യൂൺ ഫോർ അവർ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.